ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞു ബോട്ടിലായിട്ടാണ് നിർമ്മിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിലോട്ട് പോകുന്നതായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ ബോട്ടിലായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു ബോട്ടിലിൻ്റെ ആവശ്യമുണ്ട്. ശേഷം നമ്മുടെ ചാക്ക് നൂലോ മറ്റെന്തെങ്കിലും നൂല് വെച്ചോ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുക. ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുത്താലും മതിയാവും. അതിനുശേഷം നമുക്ക് കുറച്ച് മണ്ണെണ്ണ എടുത്ത് ഈ നൂലിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ഭാഗത്ത് നമുക്ക് തീപ്പെട്ടി വെച്ചോ ലൈറ്റർ വെച്ചോ നമുക്ക് ഇതേപോലെ കത്തിച്ചു കൊടുക്കാം. ശേഷം നമ്മുടെ ബോട്ടിൽ ഇങ്ങനെ റോള് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അടുത്ത് കുറച്ച് വെള്ളം കൂടെ വച്ചേക്കുക. നമ്മുടെ ഈ ബോട്ടിൽ കത്തി തീരാറാകുമ്പോൾ നമ്മുടെ വെള്ളത്തിൽ ഈ ബോട്ടിൽ ഒന്ന് മുക്കി കൊടുക്കണം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ബോട്ടിൽ പൊട്ടിച്ചെടുക്കാൻ പറ്റും. കണ്ടോ എത്ര സിമ്പിളായിട്ടാണ് ബോട്ടിൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാമെന്ന്. അപ്പോൾ നമുക്കിതൊന്നും നല്ല ഫിനിഷിംഗ് ഒന്നും കിട്ടിയിട്ടില്ല, നമുക്കിത് മതിയാകും. പക്ഷേ ഇതിൻ്റെ എഡ്ജൊക്കെ നമുക്ക് നല്ല ഷാർപ്പായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അതിനെ ഒന്ന് നമുക്ക് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ബോട്ടിൽ ഒരു സൈഡ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനെ. പിന്നെ നമ്മുടെ മിനുക്ക് പൗഡർ അഥവാ ജിഗിനാപ്പൊടി, പല പേരിൽ ഇത് അറിയപ്പെടും, നമുക്കിതിൻ്റെ പുറത്ത് തട്ടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ബോട്ടിലിൻ്റെ ഫുള്ളായിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 2 കളർ ആദ്യം കൊടുത്തുപോയി. അപ്പോൾ അത് അത്ര വൃത്തി വന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനെ റിമൂവ് ചെയ്ത് ഒറ്റ കളർ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുത്ത് ഈ വീഡിയോ കാണുന്ന പോലെ ഈ ബോട്ടിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടതാണ്. ശേഷം നമുക്ക് സൈഡ് ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല, നമ്മുടെ വേറെ വല്ല ഫ്ലവറോ നമ്മുടെ ഐഡിയ അനുസരിച്ച് മാറ്റി എന്ത് വേണം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ബൾബും ഒരു ബാറ്ററിയും 2 വയറും ഒരു സ്വിച്ചിൻ്റെ ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് സ്വിച്ചിനെ ഒന്ന് ഈ ബയൻഡിൽ നമുക്ക് ഘടിപ്പിക്കാം. അതിനുശേഷം നമ്മുടെ ബൾബിൻ്റെ പോസിറ്റീവ് ഭാഗം നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ബൾബ് കത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം സ്വിച്ചിൻ്റെ മറ്റേ ഭാഗത്ത് ഘടിപ്പിച്ചു കൊടുക്കാം. സിമ്പിൾ കണക്ഷനാണിത്. പിന്നെ നമ്മുടെ നെഗറ്റീവ് ഭാഗം ബൾബിൻ്റെ നെഗറ്റീവ് ഭാഗത്തിൽ നമുക്ക് ഘടിപ്പിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ബാറ്ററി ഒന്ന് നമുക്കിതിലൊന്ന് ഗ്ലൂ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഗൂഗിളിലോ മറ്റ് ബ്രൗസറിലോ പോയിട്ട് ബോയ് ആൻഡ് ഗേളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തു. ശേഷം സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മുടെ ഗാലറിയിൽ പോയിട്ട് ഇതേപോലെ വയ്ക്കുക. ശേഷം നമ്മുടെ A4 ഷീറ്റ് പേപ്പറോ മറ്റെന്തെങ്കിലും പേപ്പർ വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇപ്പോൾ വരയ്ക്കുമ്പം ടിപ്പ് പെൻസിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പെൻസിൽ ഷാർപ്പായിട്ട് വെച്ച് വരയ്ക്കുക. അപ്പോൾ വരയ്ക്കാൻ അറിയാത്ത ആൾക്കും ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്കിതുപോലെ വരച്ചെടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ വരച്ചെടുത്ത ഫോട്ടോ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കറുത്ത ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കറുത്ത പെയിൻ്റ് അടിച്ചാലും മതി. പെയിൻ്റ് അല്ല, നമ്മുടെ മാർക്കറോ വെച്ചെന്തെങ്കിലും അടിച്ചെടുത്ത് ബ്ലാക്ക് ആക്കിയാലും മതിയാവും. അപ്പോൾ ഞാനിതുപോലെ ചെയ്യുന്നതേ ഉള്ളൂ. ശേഷം നമ്മുടെ ഈ ഫോട്ടോ നമുക്കിനി ഗ്ലൂ തേച്ച് നമ്മുടെ ബോട്ടിലോട്ട് ഒട്ടിക്കാം. അതിനുശേഷം നമ്മുടെ ടോപ്പ് ഭാഗം ഇതേപോലെ വെച്ച് നമുക്കിതിൻ്റെ സൈഡൊന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കാം. ഇൻസുലേഷൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യുക, അത് ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അതിന് കണക്കായിട്ട്
നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് ചെയ്യുക. നമ്മുടെ ബൾബ് ഇപ്പം കത്തുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു ചെറിയൊരു ബോർഡർ വാങ്ങിച്ചിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ അത് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ ഒട്ടിക്കണമെന്നില്ല. അതിനുശേഷം ഇതേപോലെ ഒരു ഫ്ലവർ എടുക്കുക. നമ്മളിപ്പോൾ വലിച്ചിട്ട് ഒരു പൂ പോലെ വരത്തില്ലേ, അതാ സംഭവം ഇത്. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിതുപോലെ കൊടുക്കാം. ശേഷം നമുക്കിത് ഒരു സൈഡിലോട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കുഞ്ഞു പൂക്കളൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ മിനിക്ക് പൗഡർ ഇതേപോലെ തട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാക്കി നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടോ മാരേജ് ഗിഫ്റ്റായിട്ടോ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ലുക്കാണ് നോക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൂടെ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ആ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.